ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ മറ്റൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ തന്റെ ശ്രുതി എന്ന മരുമകളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആധാരം എടുക്കാൻ അവൾ അത്രയും പൈസ കൊണ്ടുവന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ സച്ചി പറയണം, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾ ഇവിടെ അച്ഛന്റെ അലമാരയിൽ ഇരുന്നിരുന്ന ആധാരം എടുത്തുകൊണ്ട് പോയി നിങ്ങൾ പണയം വെച്ച് അത് തിരിച്ചു കൊണ്ടുവന്നു, അതിൽ ഇത്ര കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലേ ഒരു കാര്യം ചെയ്യും, ഇവനൊരു 50 ലക്ഷം കൊണ്ടുപോയിട്ടില്ല, ആ ഒരു പൈസയും കൂടി അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തായോ എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി ആകെ കണ്ണും തള്ളി നിൽക്കാണ്. ഈശ്വര, അഞ്ഞ അതും കൂടി എൻ്റെ തലയിൽ വരുമോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ചന്ദ്രയുടെയും അതുപോലെ ശ്രുതിയുടെയും മനസ്സിലേട്ട് പൊട്ടി എന്നുള്ള രീതിയിൽ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് അങ്ങനെ നിൽക്കാണ്. കാരണം ഇതും കൂടി ഇനി പതുക്കെ പതുക്കെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാനാണ് ഇനി ചന്ദ്രയുടെ അടുത്ത തീരുമാനം. അതിനുശേഷമാണെങ്കിൽ ശ്രുതി അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും തമ്മിലുള്ള പ്രണയം ഇങ്ങനെ പൂട്ടുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ പ്രണയിച്ച് നടക്കുന്നുണ്ട്. വർഷയുടെ വീട്ടുകാർക്ക് എതിർപ്പൊക്കെ തന്നെയാണ് ഉള്ളത്. ഇവരിങ്ങനെ പല സ്ഥലത്തും വെച്ച് കാണുന്നതൊക്കെ വർഷയുടെ വീട്ടുകാർ കാണുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയ്ക്ക് ഒരു പേടി, കാരണം വേറൊന്നല്ല, രേവതിയുടെ അനിയത്തിയുമായിട്ട് നമ്മുടെ ശ്രീകാന്തിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ, ഇനിയിപ്പോൾ ശ്രീകാന്ത് അവളുടെ രേവതിയുടെ അനിയത്തിയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു ഭയമൊക്കെ ചന്ദ്രയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ചന്ദ്ര. അപ്പം എല്ലാവരെയും ഇതുപോലെ വിളിച്ച് ഹോളിലേക്ക് ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിന് ഒരു പെണ്ണ് ആലോചിക്കാൻ തീരുമാനിക്കുകയാണ്, അവൻ്റെ കല്യാണം നടത്തണമെന്ന് പറയുന്നത്. അപ്പം ശ്രീകാന്ത് അവിടെ ഇല്ല, അവൻ്റെ അഭാവത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ രേവതിയെ പരമാവധി കുറ്റപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട, ഒരു ദരിദ്രം പിടിച്ച കുടുംബത്തിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും, കണ്ടില്ലേ ഒരുത്തിയെ കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ കണ്ടില്ലേ കോടീശ്വരിയായ എൻ്റെ മരുമകൾ, അങ്ങനത്തെ കുടുംബത്തിൽ നിന്നൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയാണ്, നീ മിണ്ടാതെ അവിടെ ഇരിക്കി, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രവീന്ദ്രന്റെ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മുടെ KSRTCയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടുകാരനാണ്. അപ്പൊ അയാൾക്കൊരു മകളുണ്ട്, നല്ല പഠിപ്പും കാണാനൊക്കെ കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് ആലോചിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവരെ പേഴ്സണലായിട്ട് ഇവർക്കൊക്കെ അറിയാം, എല്ലാവരുടെയും അറിയാം, വീട്ടിലേക്കൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും ആ ഒരു കാര്യം പറയണത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. അത് നല്ലൊരു കാര്യമാണ്. ശ്രുതിക്കും രേവതിക്കും ആ കുട്ടിയെ പറ്റി അറിയില്ല, അപ്പം എന്നുള്ളവർക്കൊക്കെ അറിയാം. അപ്പം അത് നല്ല കുട്ടിയാണ്. ചന്ദ്രയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ചന്ദ്ര രവീന്ദ്രൻ്റെ ആ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കുകയാണ്. കാരണം രേവതിയുടെ അനിയത്തി അല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, ആ ഒരു സമാധാനം ചന്ദ്രയുടെ മനസ്സിലുണ്ട്. അങ്ങനെ രവീന്ദ്രന് ആ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് സച്ചിയെയാണ്. സച്ചിയോട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് അവനുമായിട്ട് സംസാരിക്കണം, ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം, അതിനെന്താ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ സച്ചി അവിടെ നിന്നും ആ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ കുട്ടിയെ അനിയന് പെണ്ണ് ചോദിക്കാൻ വേണ്ടി, ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ചെല്ലാണ്. അപ്പോൾ അതിന് ശേഷമല്ലേ പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ പിന്നുള്ളവരൊക്കെ പോകണ്ടു എന്നിങ്ങനെ രവീന്ദ്രൻ പറയാണ്. അങ്ങനെ സച്ചി പോകുന്നുണ്ട്. അപ്പോൾ സച്ചി പോയി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി, റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ രേവതി ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ എല്ലാവരും കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അയ്യോ എന്നുള്ള രീതിയിൽ, അതായത് അവൻ്റെ മനസ്സിൽ വർഷയാണ്. അപ്പം അത് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കണം. ആ സമയത്ത് തന്നെയാണ് അവിടേക്കും സച്ചി വരുന്നത്. അപ്പം സച്ചി പറയാണ്, എന്തായിടാ പോയിട്ടെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പം പറയാം, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ശ്രുതി മാത്രം അവിടെ ഇല്ല. ശ്രുതി ജോലിക്കെന്ന് പറഞ്ഞിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അവിടെ ചെന്നപ്പോൾ അവർ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചത്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ശരിക്കും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അവിടെ ഒരു അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സച്ചി ചെയ്യുന്നത്. അതായത് സച്ചി ആ പെൺകുട്ടിയുടെ അച്ഛനായിട്ടും അവർ സച്ചിയായിട്ടും അങ്ങനെ അച്ഛനെ ഇരുത്തിയിരിക്കുകയാണ് സച്ചിയായിട്ട്. അപ്പം അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, രവീന്ദ്രന് എൻ്റെ നല്ലൊരു സുഹൃത്താണ്, അവൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകളെ പറഞ്ഞയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എൻ്റെ മകളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പയ്യനെന്ന് പറയുന്നതുണ്ടല്ലോ, അതിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് സച്ചി എന്ന് പറയാണ്. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ അരികിലേക്ക് എൻ്റെ മകളെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന സ്വഭാവം എനിക്ക് ശരിക്കും അറിയാം. രവീന്ദ്രൻ അവൻ നല്ല രീതിയിൽ ജീവിതം അനുഭവിച്ചു
കഴിച്ചിട്ടുള്ള ഒരുത്തനാണ് നിന്റെ അമ്മയെ കൊണ്ട്. അതുപോലെ തന്നെ നീ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ അവിടെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ടില്ലേ, രേവതിയെക്കുറിച്ച് പറയാണ് കേട്ടോ. ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്വസ്ഥത ആ അമ്മ അവിടെ കൊടുക്കുന്നുണ്ടോ? എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ എൻ്റെ മകളെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ട് അവളുടെ മനസ്സമാധാനം കളയാൻ എനിക്ക് താല്പര്യമില്ല മോനെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഈ അമ്മയുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അതുകൊണ്ട് മോൻ ഈ ഒരു കാര്യം ചെന്ന് അച്ഛനോട് അറിയിച്ചോളൂ എന്നിങ്ങനെ പറഞ്ഞ കാര്യം സച്ചി ഇവിടെ വന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രനും എല്ലാവരും ചേർന്ന് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ചന്ദ്രമതി, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ, ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രേവതിയുടെ മുഖത്ത് ചോദിക്കും. എന്താടി ഞാൻ നിന്നെ ഇത്ര വല്ലാതെ ഇവിടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർക്കൊക്കെ എന്താ പറയാൻ പറ്റാത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം, ഇപ്പോഴും നിങ്ങൾ അവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി അവിടെ നിന്നിട്ട് പറയാണ്, എന്താ അമ്മ അവരൊക്കെ അങ്ങനെ പറയുന്നത്, അമ്മയ്ക്ക് ഒരു മരുമകളല്ലല്ലോ 2 മരുമകളല്ലേ, എന്നെ അമ്മ എന്ത് നല്ല രീതിയിലാണ് അമ്മ നോക്കുന്നത്, എന്നെ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ അതെ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നാട്ടുകാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ, ഇവളുടെ സ്വഭാവം അത്ര ഇതൊന്നല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവാഞ്ഞത് നന്നായി, കാരണം അവൻ എൻ്റെ മുഖത്ത്, ഞാൻ ഒരു പക്ഷേ ആ പെൺകുട്ടിയെ ചോദിച്ചിരുന്നെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു പക്ഷേ എനിക്ക് ഇവന് ശ്രീകാന്തിന് വേണ്ടി ആ കുട്ടിയെ തന്നേനെ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, അത് തന്നെയാണ് അച്ഛ അദ്ദേഹവും പറഞ്ഞത്, മോൻ വന്നത് നന്നായി, കാരണം എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തുറന്ന് മോനോട് പറയാൻ പറ്റിയ, രവീന്ദ്രനാണ് എൻ്റെ മുന്നിൽ വന്നിരുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റില്ലായിരുന്നു എന്ന് അച്ഛൻ്റെ അതേ മൈൻഡിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പം ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാണ്. അപ്പം ശ്രീകാന്ത് എന്നോടായിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മ കാരണം നിനക്ക് പെണ്ണ് കിട്ടില്ലടാ, നീ നോക്കിക്കടാ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കാണ്. അപ്പം ശ്രീകാന്ത് സച്ചിയോട് താങ്ക്സ് ചേട്ടാ എന്ന് പറയാണ്. എന്തിനാണ് നീ എന്നോട് താങ്ക്സ് പറഞ്ഞ? ഒന്നുമില്ല, എന്നാ ശരി, എനിക്ക് തിരക്കുണ്ട്, ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുധിയെ കാണിക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ ഇവിടുന്ന് ജോലി എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഒരു പാർക്ക് പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. രാവിലെ വന്ന് അവിടെ ഇരിക്കും, രാവിലെ മുതൽ ഉച്ച വരെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം അലാറൊക്കെ വെക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ അലാറം വെച്ചിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കണമല്ലോ, അപ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം അവിടെ ഇരുന്ന് നല്ല ലാവിഷായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ സുധി മാത്രമല്ല, സത്യത്തിൽ അവിടെ കുറച്ച് പേര് അങ്ങനെ കുഴിമടിയന്മാരായ ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ പറ്റിച്ചിട്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വൈകിട്ടാവുമ്പോൾ വീണ്ടും അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. അതിനുശേഷം ഓഫീസ് വിടേണ്ട ടൈമിൽ നേരത്തെ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ വിചാരം എന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട്, തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്, സാലറി കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ ശ്രുതിയെ പറ്റിക്കാൻ വേണ്ടി, ശ്രുതിയെ തന്നെയല്ല വീട്ടിലുള്ള സച്ചിക്കാൽ ഇതൊന്നും തന്നെ അറിയില്ല. അങ്ങനെ ദിവസേന ഇങ്ങനെ വന്നിരുന്നിട്ട് അപ്പോൾ അവിടെയുള്ള പല കൂട്ടുകാരന്മാരായിട്ടും ശ്രുതിക്ക് നല്ല കമ്പനി ആവുന്നുണ്ട്. ശ്രുതിക്ക് പറ്റിയ കുറേ കൂട്ടുകാരന്മാരെ തന്നെ ശ്രുതിക്ക് അവിടെ വെച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിയുടെ ഓഫീസിലേക്ക്, അതായത് കാർ ഷോറൂമിലേക്ക് ഒരു ദിവസം അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കാർ ഷോറൂമിൻ്റെ പുറത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് ശ്രുതി. അപ്പോൾ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷോറൂമിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഓ ഭാഗ്യമായി, ഞാൻ അന്ന് അതേ അകത്തേക്ക് വരികയാണെന്ന് പറയുമ്പോൾ നീ അകത്തേക്ക് വരെ, നീ ഇപ്പം എവിടെ നിൽക്കണേന്ന് പേടിയോട് കൂടി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിന്റെ കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇല്ലടി, ഞാൻ വേറെ ഷോറൂമിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഞാൻ വന്നിരിക്കുക, അപ്പം എപ്പോൾ വരുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴൊന്നും വരില്ല, നീ അവിടെ കാത്തു നിൽക്കണ്ട, ഞാനിവിടെ കുറച്ചേരം ഇരിക്കാം, നീ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാന്നൊക്കെ ശ്രുതി പറയുമ്പോൾ വേണ്ട, നീ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പിന്നെ അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഒന്ന് പരിചയപ്പെടാം, ഇവിടെയുള്ള കാറൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്കും ഭാവിയിൽ ഒരു കാറൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ നീ അവിടെ ചെന്ന് സ്റ്റാഫിനോട് സംസാരിക്കാനും നിൽക്കണ്ട, കാറും നോക്കാനും നിൽക്കണ്ട, അവിടുത്തെ മുതലാളി ഉണ്ടല്ലോ ആകെ ഇത്തിരി പെശകാണ്, നീ അവിടെ നിന്ന് ഇരിക്കാൻ നിൽക്കണ്ട, നീ പൊക്കോ എന്ന് പറയാണ്. കാരണം ശ്രുതി അകത്തേക്ക് കയറിയാൽ ശ്രുതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും, ശ്രുതി ഒരു കുഴിമടിയനാണ്, ഇപ്പോൾ ഒരു ജോലിയും ഇല്ല, അവിടെ അവൻ വരുത്തി വെച്ച നഷ്ടങ്ങളെ കുറിച്ചൊക്കെ തന്നെ അവിടുത്തെ സ്റ്റാഫ് അടക്കം എല്ലാവരും തുറന്നടിക്കും ശ്രുതിയോട്. അപ്പം ശ്രുതിയെ അവിടേക്ക് പരമാവധി ഫോണിലൂടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാൻ ശ്രമിച്ച് അങ്ങനെ അതൊരു വിജയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ശ്രുതി. അങ്ങനെ ശ്രുതി എന്നാൽ ശരി ഞാനെന്നാ വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ നവീൻ എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ ഇവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവൻ വിളിച്ചിട്ട്
ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ജോലിയില്ല, എൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ നഷ്ടപ്പെട്ടു നീ കാരണം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നീ എനിക്ക് എല്ലാ മാസവും 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് നീ അയച്ചു തരണം. തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന നീ കല്യാണിയാണെന്നും നിനക്കൊരു കുഞ്ഞുണ്ടെന്നും എന്നുള്ള എനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും ഞാൻ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരോടും പറയും. നീ അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് എല്ലാ മാസം 50,000 രൂപ തന്നിരിക്കണം എന്ന് പറഞ്ഞ് നെവീനെ വിളിച്ചിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഭാഗമൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.